അപ്പോഴേ ഞാൻ ആയിഷയ്ക്കും കിങ്ങിണിക്കും വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങണം, അതിൻ്റെ പിറ്റേന്ന് വാങ്ങണം എന്ന് വിചാരിച്ച് കുറേ ദിവസമായി നടക്കണം. അപ്പം ബൈക്കിന് പോകണോണ്ട് മൂന്നാക്കം കൂടെ ചാടി ഇറങ്ങണ്ട അതിന് വരുന്നത്, അതിന് ഭയങ്കര ഇടങ്ങേറാട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്ന് നടന്നു പോയിട്ട് വാങ്ങാമെന്നുള്ളത്. എന്നിട്ട് പകുതിയിൽ നിന്ന് ഏട്ടൻ കൂട്ടാൻ വരാമെന്നും പറഞ്ഞിട്ടോ. ഈ തോടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ പോവാട്ടോ ചെയ്യുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ആയതിനെ കൊണ്ട് തോട്ടിലൊക്കെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്, ഒന്നും തടഞ്ഞു നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ആ വഴിക്ക് നേരെ ഇങ്ങനെ ഒരു ഫുട്പാത്ത് എല്ലാം ഒരു കയറ്റം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല. അവിടെ ഒരു പാലം പണിയാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി ഈ മരത്തടി വെച്ചിട്ടൊക്കെ ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് നടക്കാനുള്ളെങ്കിലും എനിക്ക് ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നിയിട്ടോ. അങ്ങോട്ട് കടന്നില്ലെങ്കിൽ ആ വെള്ളത്തിൽ വീണു പോവുകയെ. അപ്പം അത് കഴിഞ്ഞ് നമ്മളിതാ നെയിം സ്ലിപ്പൊക്കെ വാങ്ങി. ഓളോ വീട്ടിൽ വന്നപ്പം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഇതാ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് പോണ വയ്ക്കുന്ന അൺബോക്സ് ചെയ്യാം കേട്ടോ. അത് കാളയാണോ പോത്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ആനക്കുട്ടിയാണ്. അങ്ങനെ ഒരു നോക്കി അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമല്ലോ. പിന്നെ അതൊരു കൃഷ്ണകിരീടം എന്നോ അങ്ങനെ എന്തോട്ടോ പറയാം. അപ്പം നമ്മൾ റോഡിൽ നിന്നിട്ടാട്ടോ അൺബോക്സ് ചെയ്യുന്നത്. നെയിം സ്ലിപ്പ് വീട്ടിലെത്താനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ അത് ആയിഷേൻ്റെത് ഫസ്റ്റ് തന്നെ കിട്ടി. നല്ല പ്രിൻറ്റ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തന്നെ പറഞ്ഞതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. മോഡൽ പറഞ്ഞു കൊടുത്ത് ഓൾ അതിനനുസരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ കിങ്ങിണീൻ്റെ ഉണ്ട് 15 എഴുതാം കേട്ടോ. ഒരു 30 ഉണ്ടാവും അങ്ങനെ. പിന്നെ അവിടെ നിന്ന് റോഡ് സൈഡിൽ ഒരു മരം തെങ്ങ് വീണുണ്ടായിരുന്നു കേട്ടോ. കാറ്റത്ത് വീണെന്തോണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ തെങ്ങിൻ്റെ കൊലയെടുത്തുകൊണ്ട് ഇവിടെ തേങ്ങ കൊണ്ടുപോകണം എന്ന് തൂക്കി പിടിച്ച് പോവുകയാണ്. ഈ പോണ വഴിക്ക് സ്കൂൾ വിട്ട് പ്രത്യേകിച്ച് നടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടല്ലേ പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇവറ്റകൾ നടക്കത്തില്ലല്ലോ. പിന്നെ പറഞ്ഞാൽ ഏട്ടൻ വരണ്ട് പറഞ്ഞിട്ട് ഏട്ടനെ കാണാനേ ഇല്ല. അപ്പം ഞങ്ങൾ വെച്ച് പിടിച്ചു നടക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആൽക്കുലത്ത് പരിപാടി ഒപ്പിച്ചിട്ടേ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏകദേശമൊക്കെ എത്തി തുടങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും വീടിൻ്റെ കുറച്ച് അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരു മദ്രസയൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൊരു മരത്തിൻ്റെ മേലെ നിറച്ച് കുരങ്ങന്മാരായിരുന്നേ. അത് കഴിഞ്ഞ് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുക കേട്ടോ. അതേപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു പശു, അല്ല അത് കാളയാണോ പോത്താണെന്നൊക്കെ അറിയില്ല കേട്ടോ. പോത്താണെന്നാണ് തോന്നണേ. കാളയല്ലേ ചുവപ്പ് കണ്ടാൽ കുത്ത എന്തോ. ഇതിനൊന്നിട്ട് കിങ്ങിണി ബാഗ് ചുവപ്പ് കളറാണ്. അത് കാട്ടി കൊടുക്കുന്നുണ്ട് കുത്ത് പറഞ്ഞിട്ട് എവിടെ. അങ്ങനെ ഇത് നമ്മളവിടെ ഒരു മഡ് ഹൗസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചൂളാന്നൊക്കെ പറയില്ലേ, ആ സാധനം കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു സെൽഫി വീഡിയോ മസ്റ്റാണല്ലോ. നമ്മൾ വീടെത്താനായിട്ടോ, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ വീടെത്തും.